അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം വിദ്യാപീഠം നാഗലശ്ശേരി കുന്നുകളുടെ മനോഹാരിത നിലനിർത്തുന്ന ഒരു ആയുർവേദ സ്ഥാപനം. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ആയുർവേദം ഈ ആഹ്വാനത്തെ പ്രാവർത്തികമാക്കും വിധം പ്രകൃതി സൗഹൃദപരമായ സ്ഥാപനമാണ് അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം വിദ്യാപീഠം. പ്രാരംഭകാലം മുതൽ തന്നെ എല്ലാ പൊതുപരിപാടികളിലും അഷ്ടാംഗം ഹരിത പ്രോട്ടോക്കോൾ പിന്തുടർന്നു വരുന്നു. പരമ്പരാഗത ഊർജ സ്രോതസ്സുകളിൽ നിന്നും മാറി സ്വന്തം ആവശ്യത്തിനുള്ള വൈദ്യുതി സ്വയം ഉൽപ്പാദിപ്പിക്കുന്ന സൗരോർജ പ്ലാന്റ്, ഉപയോഗിക്കപ്പെട്ട ജലം വീണ്ടും ഉപയോഗപ്രദമാക്കുന്ന സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, പ്ലാസ്റ്റിക് റെസ്ട്രിക്ഷൻ പോളിസി എന്നിവയും അഷ്ടാംഗത്തിൻ്റെ പ്രത്യേകതകളാണ്. പതിനൊന്നര ഏക്കർ വിസ്തൃതിയിലുള്ള സ്ഥാപനത്തിൽ സ്റ്റാഫ് അംഗങ്ങളെ ഉൾപ്പെടുത്തി നിരവധി മരം നടീൽ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. വിഷരഹിതമായ കറിവേപ്പില ലഭ്യമാക്കുന്നതിനായി ശതകാളശാകം, നാടൻ വിഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായി ഒരു സ്റ്റാഫ് ഒരു പപ്പായ, ക്യാമ്പസിൽ 100 പ്ലാവ്, ഓണത്തിന് സ്വന്തം പൂക്കളാൽ പൂക്കളമൊരുക്കാനായി സ്വന്തം ഓണപ്പൂന്തോപ്പ്, ഓരോ വർഷവും വേനൽക്കാല അവധി ക്യാമ്പായ വേനൽ തുമ്പികളിലെ കുട്ടികൾ നടുന്ന തുമ്പിത്തോപ്പ്, ക്യാമ്പസിൽ 2 നക്ഷത്രവൃക്ഷങ്ങൾ വളർത്തപ്പെടുന്നു. നാൽപ്പാമര വൃക്ഷങ്ങളാൽ ചുറ്റപ്പെട്ട നാൽപ്പാമരമുക്ക്, നാടൻ മാവിനങ്ങൾ നട്ടുവളർത്തുന്ന നാട്ടുമാന്തോപ്പ്, ആയുർവേദ ഔഷധമായ അശോകമരം വളർത്തുന്ന അശോകവനം എന്നിവ ഇവയിൽ ചിലതാണ്. ജൂൺ 5 അവസാനിക്കുന്നതല്ല അഷ്ടാംഗത്തിലെ പരിസ്ഥിതി ദിനം. ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് പരിസ്ഥിതി സപ്താഹം എന്ന പേരിൽ നടത്താറുള്ളത്. എല്ലാ വർഷവും നടത്തിവരുന്ന പ്രസ്തുത പരിപാടിയിൽ ടോണി തോമസ് കാഞ്ഞിരപ്പുഴ, നാരായണൻ പ്രകൃതി ക്ഷേത്രം, SP രവി ചാലക്കുടി, രാജഗോപാൽ പള്ളിപ്പുറം, ബ്രഹ്മദത്തൻ മൂഴിക്കുന്നം, ശ്രീജ അറങ്ങോട്ടുകര, ഷിനോ ജേക്കബ് വനമിത്ര, ഡോക്ടർ രാജൻ ചുങ്കത്ത് തുടങ്ങി ഒട്ടനവധി പരിസ്ഥിതി പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട്. ക്യാമ്പസിൽ 2 പച്ചത്തുരുത്തുകൾ നടപ്പാക്കിയിട്ടുണ്ട്. വംശനാശം നേരിടുന്ന ഏതാനും സസ്യങ്ങളും ഇവയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭാവിയിൽ കെട്ടിടങ്ങൾ ഒഴികെയുള്ള ബാക്കി മുഴുവൻ സ്ഥലവും പച്ചത്തുരുത്താക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെ